സെക്രട്ടറി ഒരു കാര്യം കൂടി, വളരെ അടുത്ത സുഹൃത്താണ് ജി സുധാകരൻ. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായി പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. പുള്ളി ഒരുപാട് പരാതി പറയുന്നുണ്ട്, പുള്ളി അവഗണിക്കുന്നു എന്നൊക്കെ. എന്താണ് ഈ വിഷയത്തിൽ സെക്രട്ടറിയുടെ നിലപാട്? സുധാകരൻ സാഹു ആലപ്പുഴയിലെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു മന്ത്രി തന്നെയായിരുന്നു, ജനപ്രിയനുമാണ്. അവഗണിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ അത് എന്തുമാത്രം ശരിയുണ്ടോ തെറ്റുണ്ടോന്നോ എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പരാതിയും പരിഭവങ്ങളുണ്ട്. ഐസക് സാറും സുധാകരൻ സാറും ഇവരൊന്നിച്ചു നിന്ന് ഇവിടെ ഒരു ഭരണം നടത്തിയപ്പോൾ ഈ കേരളത്തിൽ വലിയ അത്ഭുതങ്ങളും വളരെ ജനപ്രീതിയും വലിയ വികസനങ്ങളും ഇവിടെ നടന്നിരുന്നു. അപ്പോൾ സുധാകരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില പരിഭവങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഐസക് സാറിന് ഇടം കൊടുത്തു, സുധാകരൻ സാറിന് ഒരു ഇടം കൊടുത്തില്ല എന്നൊരു സ്വാഭാവികമായും ഒരു മനപ്രയാസം ഉള്ളിൽ കാണും. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ആള്, അദ്ദേഹം നോമിനേറ്റ് ചെയ്ത് വന്ന ആള് അദ്ദേഹത്തോട് വളരെ അപമര്യാദയായി പെരുമാറുന്നു എന്ന് ഇപ്പോഴത്തെ MLA വളർത്തിക്കൊണ്ടത്. ഈ രണ്ടെല്ലാം ഭൗതികവും മാങ്ങാച്ചൂടും രണ്ടും കൂടെ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ മനപ്രയാസം ഉണ്ടായി നിൽക്കുന്നു. അതെല്ലാം പാർട്ടി തലത്തിലും അവരെല്ലാം പറഞ്ഞ് തീർക്കേണ്ട വിഷയങ്ങളാണ്. എന്നാലും ആ മണ്ഡലത്തിൽ നല്ല വേറുള്ള ജനപ്രിയനായിട്ട് തന്നെ ഇന്ന് സുധാകരൻ സാറ് ആർക്കും ഒഴിവാക്കാനൊക്കുന്ന, തള്ളിക്കളയാനൊക്കുന്ന ഒരു ജനപ്രതിനിധി അല്ല അദ്ദേഹം. അതെനിക്കറിയില്ല. മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. UDF-ലേക്കൊക്കെ അദ്ദേഹം പോകുന്നത് ആത്മഹത്യാപരമാണ്. അതായത് ഈ വിജയത്തോട് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാർട്ടി നടത്തിയായിരുന്നു, അതായത് അങ്ങനെ നീക്കങ്ങളൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ അതിനോട് അദ്ദേഹം പ്രതികരിക്കാത്തതുകൊണ്ട് പാർട്ടി ഇപ്പൊ ഏകദേശം ഒരു വേണ്ടാന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി തുടരണം, അദ്ദേഹത്തെ കൂടെ നിർത്തണം എന്നൊരു ആഗ്രഹമുണ്ടോ? അല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരാജയപ്പെട്ട് രണ്ട് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം ഒരുപാട് പാർട്ടി പാരമ്പര്യവും അവരുടെ ഒരു കുടുംബത്തിലെ ഒരു ബ്രദറിന് ഇതിനുവേണ്ടി ജീവത്യാഗം നടത്തിയ ഒരു കുടുംബമാണ്. അദ്ദേഹം എന്ത് ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ കുറ്റങ്ങളോ മനപ്രയാസങ്ങളോ പ്രതിഷേധങ്ങളോ പറഞ്ഞെങ്കിൽ തന്നെയും അദ്ദേഹത്തെ ഒഴിവാക്കാതെ കൂടുതൽ അദ്ദേഹത്തെ സമന്വയിപ്പിച്ച് പാർട്ടിയോടൊപ്പം നിർത്തുന്നത് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആലപ്പുഴ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജി സുധാകരൻ ഇനിയും മത്സരിക്കണം എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? പാർലമെന്റ് തലത്തിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുധാകരനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരാളെ മാറ്റി അത് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിരുന്ന കുഴപ്പമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം താല്പര്യം ഉണ്ടായിരുന്നു. ജി സുധാകരനും ഐസക് സാറിനും ഒക്കെ സീറ്റ് കൊടുക്കണമായിരുന്നു. ഐസക് സാറിന് കൊടുത്തു, ജി സുധാകരന് കൊടുത്തില്ല. അപ്പോൾ കൊടുത്തിരുന്നത് നന്നായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഇപ്പോ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതിന്റെ പേരില് പാർട്ടിയോട് യുദ്ധം ചെയ്തു പോയി അദ്ദേഹം ഇതുവരെ നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് UDF-ലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതുവരെ സൃഷ്ടിച്ച എല്ലാ ഇമേജും പോയില്ലേ? ഒറ്റ കാര്യം, പണ്ട് ഈ ഗൗരിയമ്മ പാർട്ടിയിൽ നിന്നും പോയ ഒരു സാഹചര്യവും അന്ന് അതിനുശേഷം അവർക്ക് ഈ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ, അത്തരത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ട് ജി സുധാകരൻ സാറിനും ഈ ഒരു സംവിധാനത്തിൽ നിന്ന്, കാരണം ഈ സംവിധാനത്തിന്റെ നടുക്ക് നിന്ന മനുഷ്യനാണ്. അപ്പൊ അവിടുന്ന് അത് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ രാഷ്ട്രീയമായിരുന്നു. പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പൊ. അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ശൈലി ഇന്നത്തെ പാർട്ടിക്കാർക്കില്ല. പണ്ട് ഗൗരിയമ്മ പോയപ്പോൾ ഉണ്ടായിരുന്ന പ്രതിസന്ധിയും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന സാഹചര്യം അന്നത്തെ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയും ഇന്നിപ്പോ സുധാകരൻ സാറ് പോയാലോ വന്നാലോ അതിൽ നിന്ന് പാർട്ടി അനുയായികളിൽ നിന്നുള്ള
ആക്രമണങ്ങളോ പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ അങ്ങനെ കാര്യമായിട്ട് പോയ പുള്ളി പുറത്ത് എന്നുള്ള നിലയിൽ അത് ഇഗ്നോർ ചെയ്ത് പോകുന്നുള്ളതല്ലാതെ അതിന്റെ പേരിൽ ഒരു പ്രതിഷേധ പ്രകടനമോ അദ്ദേഹത്തിന്റെ പേരിൽ വ്യക്തിപരമായ ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.